കുമ്പളങ്ങ, ക്യാരറ്റ്, തേങ്ങ ഇവ കൊണ്ടുള്ള ഒരു അടിപൊളി രുചിയോട് കൂടിയ പുഡിംഗാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പൊ ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അത് നമുക്കൊന്ന് കാണാം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാൽ മാത്രമേ അത് പൂർണ്ണമായി മനസ്സിലാകുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കുമ്പളങ്ങ. അതിന്റെ തൊലിയെല്ലാം കളയുക, അതിനുശേഷം കഴുകി ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുക. പിന്നീട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ല ക്രീമായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇതേ രീതിയിലാണ് ഇത് ക്രീമായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. വളരെ സ്വാദിഷ്ടമായത്, ഒരു പ്രത്യേക രീതിയിലുള്ളതും നല്ല രുചികരവുമായിട്ടുള്ള ഈ ഒരു പുഡിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഇത്രയും നല്ല ഗുണപരവും അതുപോലെ തന്നെ സ്വാദിഷ്ടമായ ഈ ഒരു കുമ്പളങ്ങ പുഡിംഗ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കുക. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റ് ആണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ തൊലിയെല്ലാം കളയുക. അതിനുശേഷം ചീകി എടുക്കുക. ഇതുപോലെ ഒന്ന് ചീകി എടുത്ത് കൊണ്ടുവരിക. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അപ്പൊ അതിനുവേണ്ടി നമുക്ക് സ്റ്റൗവിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു നേരത്തെ അരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന കുമ്പളങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലതുപോലെ ചൂടായി വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ സ്വാദും അതുപോലെ തന്നെ ഗുണകരമായിട്ടുള്ള ഈ ഒരു പുഡിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇത് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗാണിത്. അപ്പൊ ആ ഒരു ജ്യൂസ് എല്ലാം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാല്. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ നല്ല കുറുകിയ തേങ്ങാപ്പാല്, അതായത് 1-ാം പാല് തന്നെ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് ചെറിയ തിള വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഏകദേശം ഒരുമാതിരി നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് അല്പം കളർ ചേർത്ത് കൊടുക്കാം. കളർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടത് കൊണ്ട് കഴിയുന്നിടത്തോളം നിങ്ങൾ കളർ ചേർക്കാതിരിക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പോളം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു ജ്യൂസിനകത്ത് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു ചേരുന്നത് വരെ നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് ആ ഒരു ജ്യൂസിനകത്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ചീകി എടുത്തത്. അത് 1 കപ്പാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചീകി എടുത്ത ക്യാരറ്റ് ഇനി ഈ ഒരു ജ്യൂസിനകത്ത് കിടന്ന് വേണം ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഈ ഒരു ക്യാരറ്റ് നല്ലതുപോലെ വെന്ത് വരും. അങ്ങനെ വെന്ത് വന്നു കഴിയുമ്പോൾ പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പൊടി തയ്യാറാക്കുന്നത് ഉണക്കത്തേങ്ങ ചീകി എടുക്കുക. എന്നിട്ട് മിക്സിയിൽ വെച്ച് അടിച്ച് അതിന്റെ പാലൊക്കെ എടുത്തതിന് ശേഷം കിട്ടുന്ന ഈ ഒരു വേസ്റ്റാണ് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു മെറ്റീരിയൽസ് തന്നെയാണ് ഈ ഒരു തേങ്ങയുടെ ഈ ഒരു പൊടി എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഇളക്കി ആ ഒരു തേങ്ങയും ക്യാരറ്റും ഒക്കെ ഏകദേശം ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദ കുറുക്കിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ വെറുതെ എടുത്ത് കുറുക്കി ചേർക്കുകയല്ല, നമ്മൾ ആദ്യം മൈദ എടുക്കുക. കുറച്ചേറെ വെള്ളത്തിനകത്ത് ഇതൊന്ന് നല്ലതുപോലെ ഞെരടി കഴിയുമ്പോൾ ഇതിന്റെ ഒരു റബ്ബർ പോലുള്ള വേസ്റ്റ് കിട്ടും. അതെടുത്ത് കളഞ്ഞതിന് ശേഷം കിട്ടുന്ന ആ ഒരു പാല് പോലുള്ള ഒരു വെള്ളം ഒരു 5-10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ അടിഞ്ഞു വരും. അതിന്റെ മേളത്തെ വെള്ളം ഊറ്റി കളഞ്ഞ് പിന്നീട് കിട്ടുന്ന ആ ഒരു മൈദയുടെ വെള്ളമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു മൈദ എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇത് കയറി കുറുകും. അതുകൊണ്ട് നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കുക. ഒപ്പം നമുക്കിവിടെ വെളിച്ചെണ്ണ, ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണം ഇതിനകത്ത് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ കൂടുതൽ സ്വാദിഷ്ടമായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പൊ ഏകദേശം നമ്മുടെ ആ ഒരു പുഡിങ്ങിന്റെ ആ ഒരു ജ്യൂസ് എല്ലാം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ ആ ഒരു കറക്റ്റ് പരുവാകുമ്പോൾ തന്നെ നമുക്കിത് സ്റ്റൗവിൽ നിന്നും ഇറക്കി വെക്കണം. കാരണം കൂടുതൽ ഇത് കുറുകി കഴിഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റായിട്ടുള്ള പുഡിങ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് അല്പം ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു പരുവത്തിൽ നിൽക്കുമ്പോൾ വേണം ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെക്കേണ്ടത്. കണ്ടില്ലേ, ഇപ്പോഴാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ കുറുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോ ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെക്കുക. അതിനുശേഷം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോഡൽ ഉള്ള പാത്രത്തിലേക്കും ഇത് ഒഴിച്ചു വെക്കുക. അപ്പൊ ഞാൻ ഇതുപോലെ റൗണ്ടിലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബയ്ക്കകത്തേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്.
ഇത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 1.5 മണിക്കൂർ മുതൽ ഒരു 2-2.5-3 മണിക്കൂർ വരെ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. പക്ഷെ ഏകദേശം 1 മണിക്കൂർ വെച്ചാൽ മതി, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ആ ഒരു പാത്രത്തിനകത്ത് ഒഴിച്ച് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും, ഒരു കറക്റ്റ് ക്രീം ആണെങ്കിൽ. ഇപ്പൊ ഏകദേശം ഒരു 1.5 മണിക്കൂർ പോലും ആയിട്ടില്ല, ഏകദേശം 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. നമ്മുടെ പുഡിങ് വളരെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്ക് ഒരു പുഡിങ് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക. കണ്ടില്ലേ, കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ല, എത്ര രസമുണ്ട് കാണാൻ. നിങ്ങൾക്കും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വളരെ സ്വാദിഷ്ടവും വളരെ ഗുണപരമായിട്ടുള്ള ഈ ഒരു കുമ്പളങ്ങ പുഡിംഗ് തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.